തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. ആ തെറ്റുകൾ നമുക്കൊരു സ്റ്റേജിലെത്തുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ തെറ്റുകളില്ലാതെ അത് ഇല്ലാതാക്കാൻ പ്രാക്ടീസ് ചെയ്ത് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹിരൺദാസ് മുരളിയായിട്ട് പുറത്തു വരിക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ജാതീയത ഭയങ്കര റൂട്ടഡായിട്ട് ഭയങ്കര സാധാരണമായി നടക്കുന്ന ഒരു കാര്യമായിട്ടൊക്കെ മീൻസ് ആൾക്കാർക്ക് അത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വർണ്ണവിവേചനം അങ്ങനെയല്ല. എത്ര വെളുത്തവനാണെങ്കിൽ കൂടി ഇവിടെ വർണ്ണവിവേചനം അനുഭവിക്കുന്നുണ്ട്. വെള്ളപ്പാറ്റ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മൾ. വർണ്ണവിവേചനം ഭയങ്കര നോർമലായിട്ട് നടക്കുന്ന ഒരു സാധനം കൂടിയാണ് വർണ്ണവിവേചനം. അത് എല്ലാവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. പെല കളർ എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? അത് ബോഡി ഷേമിങ്ങിൽ നിന്ന് മാത്രമാണ് വരുന്നത്. പെല എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്കല്ലേ. ആ വാക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു മോശപ്പെട്ട വാക്കായി മാറുന്നത്? കോളനികൾ കോളനി വാണങ്ങൾ എന്നൊക്കെ പറയുന്നിട്ട് വലിയ നായർ കോളനി എവിടെയുള്ളത്? എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് ഒരു നായർ കോളനി? കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴ്ത്തപ്പെട്ട മക്കൾ ജീവിക്കുന്ന ഇടങ്ങളിലാണ്. കോളനി വാണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മക്കളെ തന്നെയാണ്, ഈ ജനങ്ങളെ തന്നെയാണ് ഇവർ റെപ്രസെന്റ് ചെയ്തിട്ട് ഈ വാക്കുകൾ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് ജാതീയതയാണ്. ഞാൻ പാണ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. മുകളിൽ നിൽക്കുന്ന ജാതി എന്ന് പറയുന്നവരൊക്കെ അവരെങ്ങനെയാണ് മുകളിൽ നിൽക്കുന്നത്? ഞങ്ങളെങ്ങനെയാണ് താഴ്ന്നത്? എൻ്റെ ചോദ്യം അതാണ്. ഞങ്ങൾ എങ്ങനെയാണ് താഴ്ന്നവരാകുന്നത്? ജാതി നമുക്ക് എല്ലാവർക്കും അറിയാം, ജോലി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം കൂടി തന്നെയാണ് ജാതി. അപ്പോൾ അതൊക്കെ ബ്രേക്കായി തുടങ്ങി. ഇപ്പോൾ പുലയന്മാരെല്ലാവരും കൃഷിപ്പണിക്ക് പോകുന്നവരാണ് അപ്പോൾ ഞാൻ പാടം ജാതിയിൽപ്പെട്ടവനാണ്. മറ്റൊരു ജാതിയേക്കാളും ഏതെങ്കിലും മനുഷ്യരെക്കാളും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും താഴ്ന്നു നിൽക്കുന്നില്ല. ജാതി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ മുളകുന്നത്തുകാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ. മുഴുവൻ അമ്പലങ്ങളും കുളങ്ങളുമായിട്ടുള്ള മുഴുവൻ മത ആചാരങ്ങൾ മാത്രം ഒഴുകി ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ്. ഫസ്റ്റ് ഫ്ലഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ കുളങ്ങളൊക്കെ ഭയങ്കര അധികമാണ്. അപ്പോൾ എല്ലാവരും വളരെ ചെറുപ്പത്തിൽ നീന്താൻ പഠിക്കും. ഞാനും നീന്തും കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഈ റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് പോയിട്ട് വരുമ്പോൾ നമ്മളൊരു പാടത്ത് തീരെ വയസ്സായ 2 അച്ഛനും അമ്മയും ഒരു നായയാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ അവരെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് നിന്ന് അത് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് അവരുടെ ഭാഗത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ഞങ്ങൾ അതിനെതിരെ സംസാരിച്ചു. ഇതിങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒരു സംഘമായിട്ടാണ് വന്നത്. ഇതിലങ്ങനെ രാഷ്ട്രീയം നോക്കുന്ന ആരുമില്ല, പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. വാക്കാർക്ക് പോയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ കേട്ടത് ഇവർ ആ പെലക്കോളനിയിലെ പിള്ളേരല്ലേ, ഇവന്മാരെന്തിനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നത്? അവന്മാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ ഉപയോഗിച്ച വാക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് ഞാൻ ചോദിക്കുകയും ചെയ്തു. അയാൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അയാൾ എന്തുകൊണ്ട് അത് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വാക്കാണ്. അയാളുടെ ഉള്ളിൽ ഭയങ്കര ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു വാക്കാണ് അത്. അപ്പോൾ ഇയാൾ പറയുന്നത് ആ കോളനിയിലുള്ള ഒരു പിള്ളേരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുതെന്നാണ്. എന്നെ അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. എന്നെ ബാധിക്കുന്നതിൽ എനിക്ക് വിഷമം അവനെ ബാധിച്ചത്. നല്ലോണം നീന്താ അറിയുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവനെ ഞാനാണ് വിളിച്ചു കൊടുക്കുന്നത്. അവൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് നീന്തി പണിയെടുത്ത് ഇത്രയും ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പെലക്കോളനിയിലുള്ള പിള്ളേരാണോ, നിങ്ങൾ ഈ പിള്ളേരെ കൂടെ ഒന്നും കമ്പനി അടിക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരെന്നെ കൂട്ടരുത്, അവർ പെലക്കോളനിയിലെ പിള്ളേരാണെന്ന് പറയുന്നിടത്ത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ പെലക്കോളനിയിലെ പയ്യനായപ്പോൾ അയാൾക്ക് എന്നാണ് അതിൻ്റെ കുഴപ്പം എന്നാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ കുഴപ്പം എന്താണ്? ഞങ്ങൾ ആ കോളനിയിലുള്ള പിള്ളേരാണ്. എടാ പാണ എന്ന് വിളിക്കുന്നത് അവൻ തെറിയായിട്ടാണ് വിളിക്കുന്നത്. അവൻ എൻ്റെ ജാതിയായിട്ടല്ല അത് വിളിക്കുന്നത്. അതൊരു തെറിയാണ്. ആ ഒരു താഴ്ത്തലുണ്ടല്ലോ, ആ താഴ്ത്തലിനെതിരെയാണ് എൻ്റെ ശബ്ദം. എൻ്റെ ഉള്ളിലെ ദേഷ്യങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ പാട്ടുകൾ വരുന്നത്. പൊതുസമൂഹത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാറ്റിയേ പറ്റൂ, അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന കാര്യമൊക്കെ അറിയുമ്പോൾ ഒരു സാധാരണക്കാരനുണ്ടാവുന്നൊരു ആങ്കർ ഉണ്ടല്ലോ. കേരളം പോലൊരു സ്ഥലത്ത് ദളിത് പൊളിറ്റിക്സ് ഒരു വലിയൊരു സ്പേസിൽ കൂടുന്ന സംസാരിക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരും തീർച്ചയായിട്ടും മാറും. ഒരുപാട് ആൾക്കാർക്ക് ഈ ഇഷ്യൂസ് എത്തും. ഞാൻ ഭയങ്കര പെരിയാറെ പോലെ തന്നെ മതവിരോധിയാണ്. ജസ്റ്റ് ആ ഒരു പോയിന്റിനെ മാത്രം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറുപ്പ് ധരിക്കുന്നത്. കറുത്തവൻ കറുത്ത ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള കാര്യമാണ്. കറുപ്പ് ഇട്ടാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഈ ജാതീയമായിട്ടുള്ള ഐറ്റങ്ങളും. ഇപ്പോഴും കേരളത്തിൽ ജനങ്ങൾക്ക് താഴ്ന്ന ജാതിക്കാരാണെന്ന് ഇവർ പറയുന്ന ആൾക്കാർക്ക് എൻട്രി ഇല്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ ഇപ്പോഴും കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും ഉണ്ട്. വളയറിലൊക്കെ ഭയങ്കര ജാതീയതയാണ്. അട്ടപ്പാടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയത് വരുന്ന സ്ഥലമാണ്. അട്ടപ്പാടിയിലെ പൊതു ശ്മശാനത്തിൽ അവിടെയുള്ള ആദിവാസികളെ കുഴിച്ചിടാൻ സമ്മതിക്കാറില്ല. ഞാനിപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു കാര്യം പറയുന്നത്, സംസാരിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് കൂടുതൽ വികാരഭരിതനാകും ചിലപ്പോൾ ചില സമയങ്ങളിൽ. എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ
ആ ഒരു വികാരം ഒന്നും വെച്ചിട്ട് പറഞ്ഞ് കൺവേ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കാറില്ല പലയിടങ്ങളിലും. ഞാനൊരു പാട്ടിലൂടെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് എനിക്ക് ഇച്ചിരി കൂടി എനിക്ക് പറ്റിയ വഴി ഇതാണെന്ന് ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഒരുപാട് അനിയന്മാരുണ്ട് എനിക്ക് നാട്ടിൽ, കുറേ അനിയന്മാർ. വീടിൻ്റെ അപ്പുറത്തുള്ള ഞാനൊരു കോളനിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ എല്ലാവരും ഒരേ വീട് പോലെ തന്നെയാണ്. ഈ കോളനി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു വലിയ പറമ്പിനകത്ത് ആർക്കും എൻട്രി ഇല്ലാത്തൊരു സ്ഥലമാണ്. അതൊരു വലിയൊരു ഈ പറയുന്ന ഒരു മേലാളെന്ന് സ്വയം വിശേഷിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ഒരാളുടെ ഒരു പറമ്പാണ്. ഈ പയ്യൻ മാങ്ങൂട്ടിയാൻ കയറിയതാണ്, പിടിച്ച് ഇയാൾ അടിച്ചു കളഞ്ഞു. ചേട്ടാ, എന്നെ ഇയാൾ ഇങ്ങനെ വിളിച്ചിട്ടാണ് അടിക്കണത് എന്നാണ് പറഞ്ഞത്. എന്നെ എങ്ങനെ പറഞ്ഞടി, എൻ്റെ അപ്പൻ ഇതാണ്, നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരല്ലേ. ഞാൻ അനുഭവിച്ച കാര്യമില്ല. അത് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ 2 ദിവസം അത് പറഞ്ഞിരുന്നു. അവൻ ആ 2 ദിവസം ആ കൊച്ചു പയ്യൻ ആ ട്രോമയിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യം പറഞ്ഞു. അയാൾ എന്തെങ്കിലും ചെയ്യണം ചേട്ടാ. അവൻ്റെ ഒരു ദേഷ്യമാണത്. ചേട്ടാ അയാൾ എന്തെങ്കിലും ചെയ്യണം ചേട്ടാ, അയാളുടെ പറമ്പിൽ തീയിടാൻ ചേട്ടാ, വാ ചേട്ടാ, അയാളെ തല്ലിയേട്ടാ. മീൻസ് ഇത്രയധികം ആൾക്കാർ ഒരാൾ പോലും ചോദിക്കാനൊന്നും പോയില്ല. അയാളെല്ലാവർക്കും പേടിയാണ്. കോളനിയിലുള്ള ആരും അങ്ങോട്ട് കടക്കാൻ പാടില്ല, അയാളുടെ പറമ്പാണല്ലോ, ഇവൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആരും അതിനെക്കുറിച്ച് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ച് അവന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഭയങ്കര ധൈര്യമുള്ള ഒരു പയ്യനാണ് അവനിപ്പോൾ. അവനത് എൻ്റെ അടുത്ത് 2 ദിവസത്തോളം അത് പറഞ്ഞ് കരഞ്ഞു അവൻ എൻ്റെ അടുത്ത്. ചേട്ടാ ഞാൻ മാങ്ങ കൂട്ടിക്കാൻ പോയതാണ് ചേട്ടാ, അയാൾ എന്നെ അടിച്ച് കാല് കൂട്ടി ചേട്ടാ, അയാൾ എന്നെ ഇന്നത് പറഞ്ഞിട്ടാണ് ചേട്ടാ അടിച്ചത്, നീ ഇവിടെ നിന്ന് വരുന്നവനാണെന്ന് പറഞ്ഞിട്ട്. ഇതൊരാളുടെ അനുഭവമാണ്. നമ്മളറിയാതെ അവർക്ക് ഇതൊക്കെ പറയാൻ എവിടെയാണ് സ്പേസ് കിട്ടുന്നത്? ഇവിടെ ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം കൂടി അതാണ്, ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക.